അങ്ങനെ 299 വീഡിയോസിന് ശേഷം 300ാമത്തെ വീഡിയോയിലെത്തി. ഇതിൽ സ്പെഷ്യലായിട്ട് തന്നെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ അതിനപ്പുറത്തേക്കൊരു ബഹുമാനവും ഒരാദരവും എന്താ പറയുക അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരാളെക്കുറിച്ച് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇത് സ്പെഷ്യലാണ് ഈ വീഡിയോ. അങ്ങനെ എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാളാണ്. വേറെ ആരുമല്ല, എൻ്റെ അനിയൻ തന്നെയാണ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്. ആദ്യം എനിക്ക് പറയാനുള്ളത്, അവൻ ജീവിതത്തിൽ നേരിട്ട പലതരത്തിലുള്ള വെല്ലുവിളികളെക്കുറിച്ചാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടതിന് ശേഷമാണ് ഇന്ന് അവൻ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെച്ചാൽ വീട്ടുകാർ എന്ന രീതിയിൽ, എൻ്റെ അനിയൻ എന്ന രീതിയിൽ, എൻ്റെ അമ്മയുടെ മകനെന്ന് അങ്ങനെ പറയാമല്ലോ, എൻ്റെ അമ്മയുടെ മകൻ എന്ന രീതിയിലും ഒക്കെ അമ്മ വിഷമിച്ചിട്ടുള്ള, അനിയൻ എന്ന രീതിയിൽ ഞാൻ വിഷമിച്ചിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മത്സരത്തിന് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, മിസ്റ്റർ ആലപ്പി തൊട്ട് അങ്ങോട്ട്, പിന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന മത്സരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മത്സരത്തിന് എല്ലാ വർഷവും ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണം. അപ്പോൾ അതിന് ഇത്ര മാസത്തിന് മുമ്പ് തൊട്ട് തന്നെ ഭയങ്കര ഡയറ്റാണ്. ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അത് മിക്കവർക്കും ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കും മത്സരത്തിനൊക്കെ പോയിട്ടുള്ളവർക്കും നന്നായിട്ട് അറിയാൻ പറ്റും. ഭയങ്കര കഠിനമാണ്. അത് ഒരു പ്രത്യേക മനസ്സുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല. അതെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്ത് അതിനാവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കണം. ലാസ്റ്റ് ഒരു ടൈമുണ്ട്, മത്സരത്തിൻ്റെ ലാസ്റ്റത്തെ ആ തലേ ദിവസത്തിൻ്റെ ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ സമയം തൊട്ട് നമ്മൾ വെള്ളം പോലും കുടിക്കില്ല. വാട്ടർ കട്ടാക്കുവാണ് എന്നൊക്കെ വീട്ടിൽ മനു പറയുമ്പം എനിക്കങ്ങോട്ട്, അമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷനാണ്. പിന്നെ ആ മത്സരം കഴിയുന്നിടം വരെ ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥ പ്രത്യേകമാണ്. അപ്പം അമ്മയ്ക്ക് പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ചെയ്തു കൊടുത്തതുകൊണ്ട് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ അതിനനുസരിച്ച് പ്രത്യേകം ഫുഡുണ്ടാക്കും. അപ്പം ഞാനാണെങ്കിലും നമ്മൾ കഴിക്കുന്ന അവന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് കഴിക്കാവുന്ന എന്തെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കും. കാരണം എനിക്കങ്ങ് സങ്കടമാണ്. അമ്മയ്ക്ക് സങ്കടം, പിന്നെ അതിന് ശീലമായി. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു വലിയ ഫങ്ഷൻ വരുന്നത്, കല്യാണമോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അപ്പോഴും ആ ഡയറ്റ് അവനൊരിക്കലും മാറ്റത്തില്ല. അത്രയ്ക്കും സ്ട്രിക്റ്റായിട്ട് തന്നെ നിൽക്കും. നല്ല ഫുഡാണ് കഴിക്കുന്നത്. അനാവശ്യം ചിലർ പറയും മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അങ്ങനെയൊന്നുമില്ല. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോട്ടീനൊക്കെ കൂടുതൽ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. മുട്ടയൊക്കെ പ്രധാനമായിട്ടും. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തൊരു കുഴിയുണ്ട്. അപ്പം ഉള്ളി വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം മറ്റേ ആ മഞ്ഞയുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ആ കുഴിയിലിടും. അപ്പോൾ അതിൽ കുറേ ആമകൾ ഇത് തിന്ന് അങ്ങ് നന്നായിട്ട് വണ്ണം വെക്കുമെന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്. അമ്മ പറയും ഇതെല്ലാം കൂടെ കഴിച്ച് ആമയ്ക്കൊക്കെ നല്ല ആരോഗ്യമാണ്. അപ്പോൾ അതുപോലെ അത് നല്ല എത്ര കേസിനാണ് മുട്ട വാങ്ങിക്കൊണ്ട് വരുന്നത്. പക്ഷേ അവന് അത്രയും കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവനതിനൊരു ഫലവും കൊണ്ടേ വരുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പം നമുക്ക് അത്രയും നാളത്തെ അവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോഴുള്ള സങ്കടമൊക്കെ കുറച്ചൊന്ന് കുറയും. പിന്നീട് ഇപ്പം ഞങ്ങൾ ലാസ്റ്റായിട്ട് പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ പറഞ്ഞു, മതി, ഇനി വേണ്ട, ഇനി ഇങ്ങനത്തെ ഒന്നും പോകണ്ട, ഇപ്പം ജിമ്മിൽ ആളായിട്ട് അങ്ങനെ നിന്നാൽ മതി, ഞങ്ങൾക്കത് ഇത്രയും വർഷമൊക്കെ ചെയ്തില്ലേ, മതി, ഇനി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ്. എന്നാലും ഇടയ്ക്കൊക്കെ പോകാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്. പിന്നെ ജിമ്മിലെ പിള്ളേരെ എല്ലാം അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പായിട്ട് പോവും. ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി കോമ്പറ്റീഷന് പോവും.
അത്യാവശ്യം അവർക്ക് കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ടൊക്കെ അവർ വരുള്ളൂ. അങ്ങനെ അപ്പോൾ ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഫുഡും വെള്ളവും നമുക്ക് എത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ ഒരു കാൽക്കുലേഷനിലൂടെ കഴിച്ച് തൻ്റെ ശരീരം നോക്കി ആ മത്സരത്തിന് പോയി ഇടയ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. കൂടാതെ അവൻ തലവേദനയുള്ള ആളാണ്. അപ്പം ഈ ഫുഡിൻ്റെയൊക്കെ പ്രശ്നം വരുമ്പം തലവേദന വരും. അതുകൂടെ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ അത് അപ്പോൾ ഞാൻ അവനത് പറ്റുന്നുണ്ടല്ലോ, എന്ത് പ്രശ്നം വന്നാലും അവനതിനെ തരണം ചെയ്ത് നേടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് പല കാര്യങ്ങളിലും എടുക്കുന്നത് അവൻ്റെ ആ ഒരു എയിം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അപ്പോൾ എൻ്റെ വലിയൊരു മാതൃക എന്ന് പറയുന്നത് എൻ്റെ അനിയൻ തന്നെയാണ്. അവൻ അതുപോലെ തന്നെ നമ്മുടെ ജിമ്മ് വയ്ക്കുന്ന സമയത്തായാലും ഇപ്പോൾ അച്ചാച്ചൻ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ജിമ്മ് തുടങ്ങണം എന്നുള്ള. അപ്പം അച്ഛൻ അച്ഛൻ്റെ നല്ല പ്രായത്തിൽ ജിമ്മിൽ പോകുന്ന ആളായിരുന്നു. ദൂരെയായിരുന്നു പോകേണ്ടത്, എങ്കിലും അവിടെ പോകുമായിരുന്നു. അച്ഛൻ ടീഷർട്ടായിരുന്നു ഉപയോഗിച്ചിരുന്ന ആ പ്രായത്തിൽ. അനിയനും അങ്ങനെ തന്നെയാണ്. അപ്പം അവനും ആ ഒരു ആ ബ്ലഡിൻ്റെ ആ റിലേഷൻ കൊണ്ട് അവനും ആ ഒരു ചിന്തയാണുള്ളത്. അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അണ്ണന്മാരൊക്കെ ഗൾഫിലുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പം അവർ പലരും പറഞ്ഞു ഗൾഫിലേക്ക് പോകുന്ന കാര്യം. അപ്പോൾ അമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു സൈഡിൽ. പിന്നെ അവൻ്റെ ഉള്ളിൽ ഈ ജിമ്മെന്നുള്ളത് ആണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് അത് നോക്കാം. വലിയ എമൗണ്ടൊന്നും നമ്മൾ കയ്യിൽ വെച്ചിട്ടല്ല തുടങ്ങിയത്. നമ്മൾ മുദ്രയുടെ ലോണൊക്കെ എടുത്ത് അത്യാവശ്യം നമ്മുടെ ബന്ധുക്കളൊക്കെ ആ സമയത്ത് അവനങ്ങനെ ആരോടും ചോദിക്കുക ഒന്നുമില്ല, പൈസ കടം ചോദിക്കുന്ന ആ ഒരു ടൈം അങ്ങനെയൊന്നും ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു അവൻ. അപ്പോൾ ആ സമയമായപ്പം ഞാൻ പറഞ്ഞു ഇതൊരു അവസരമാണ് നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ എന്നൊരു ചിന്താഗതിയോടുകൂടി ഞാൻ പറഞ്ഞു നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പം വളരെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ കൂടുതലും ജോലി ചെയ്യുന്ന അവൻ തന്നെയാണ്. ഇപ്പം വീടിൻ്റെ ആയാലും ചെറിയ വീടായിരുന്നപ്പോഴും വയറിങ്, പ്ലംബിങ്, പെയിൻറ്റിങ്, ആദ്യമൊക്കെ ഈ സൈക്കിളിൻ്റെ റിപ്പയറിങ്ങും അങ്ങനെ ആശാൻ ചെയ്യാത്ത പണികളില്ല. അവൻ ഇടയ്ക്കിങ്ങനെ പറയും എനിക്ക് എത്ര പണികൾ അറിയാമെന്ന് ചോദിക്കും. അമ്മയ്ക്ക് അറിയാമോ? അപ്പോൾ അമ്മ പറയും ഇത്രയും പണി അറിയാവുന്ന കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിന് പോകുന്നു എന്നുള്ളതാണ് കാര്യം എന്ന് പറയും. പക്ഷേ അപ്പം തൊട്ട് അവൻ ആ ജിമ്മിൻ്റെ ഇതുണ്ടായിരുന്നു, നന്നായിട്ടറിയാം. ബുക്ക് വായിക്കും, നോട്ട്സൊക്കെ വായിക്കും, ബുക്കിൽ എഴുതി വയ്ക്കും. ബുക്കൊക്കെ ഉണ്ട്, ബുക്കിലൊക്കെ നല്ലതായിട്ട് എഴുതി വയ്ക്കും. എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ചില ജിമ്മിലെ ആശാന്മാർ വഴക്കൊക്കെ പറയുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ഞങ്ങൾ വന്നാൽ വഴക്ക് പറയുമോ? ഞാൻ പറഞ്ഞു എന്തിനാ, അവൻ അങ്ങനത്തെ വഴക്കൊന്നും പറയത്തൊന്നുമില്ല, അതൊക്കെ പഴയ തലമുറയിലെ ഒരുപക്ഷെ ആൾക്കാരായിരിക്കാം അങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ജിമ്മ് എൻ്റെ ഉദ്ഘാടനം വരെയെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴേ പിന്നെ അതിൻ്റെ കുറേ മെഷീൻസൊക്കെ വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ അത് ചിലപ്പോൾ എമൗണ്ടിന് കുറവ് വരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കെട്ടിടം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് അവനെന്തോരം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആരോടും അങ്ങനെ പറയത്തില്ല. പക്ഷെ സൈലൻ്റ് ആയിരിക്കും. നമുക്ക് മനസ്സിലാവും ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ ഇച്ചിരി സൈലൻ്റായിട്ട് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും. ആ സമയത്ത് ഞാൻ അമ്മയോടും പറയും അമ്മേ അങ്ങോട്ടൊന്നും പോയി ചോദിക്കാൻ നിൽക്കല്ലേ, ദേഷ്യത്തിലിരിക്കുവാന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോത്തില്ല. പക്ഷേ തലവേദന എന്നൊക്കെ പറയുമ്പം വല്ലാത്തൊരു നമുക്കൂടെ ഒരു വേദനയാണ്. അങ്ങനെ പിന്നീടും അങ്ങനെ അതെല്ലാം തരണം ചെയ്ത് അതിൻ്റെ ഇഷ്ടാനുസരണം ആ ഒരു ജിമ്മെന്നുള്ളത് നിറവേറ്റി. അതിനുശേഷവും പല ആഗ്രഹങ്ങളും ഓരോരോ ആഗ്രഹങ്ങളും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം ശരിയാക്കി അവൻ ഇഷ്ടപ്പെടുന്നതെല്ലാം വാങ്ങിച്ച് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു ആഗ്രഹമായിട്ട് ഞാൻ അമ്മ സപ്പോർട്ടാണ്. അപ്പം വാച്ചൊക്കെ കുറേ വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അമ്മയും പറയും വഴക്കൊക്കെ. അത്ര നമ്മുടെ ഇഷ്ടം. അവൻ ജോലി ചെയ്യുന്നു, അവൻ്റെ ആ ശമ്പളം കൊണ്ട് അവൻ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അവൻ വിവാഹം കഴിഞ്ഞു. ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതെല്ലാം മറ്റാരോടും അങ്ങനെ പോയി ഷെയർ ചെയ്ത് ഒരുപാട് പേരുമായിട്ട് അറിയിക്കുക അങ്ങനെയൊന്നുമില്ല.
അവന് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യും, ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളെന്ന് പറയുന്നത് എൻ്റെ അനിയൻ തന്നെയാണ്. ആ അനിയൻ എന്നുള്ള നിലയിൽ എനിക്കെന്താണ് ഒരു അഭിമാനമാണ് അവൻ. അങ്ങനെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള വ്യക്തി, ഒരുപാട് ഇഷ്ടമുള്ള, ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹമല്ലാതെ വേറൊരു അദ്ദേഹവുമില്ല. ഇതാണ് എൻ്റെ ആ അദ്ദേഹം, ഏറ്റവും ബഹുമാനിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്പെഷ്യൽ എൻ്റെ അനിയൻ കുഞ്ഞ്. അതാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേറെ ഒന്നും എനിക്ക് ഇമ്പോർട്ടൻ്റായിട്ട് പറയാനില്ല ഇപ്പോൾ. ഇനി എന്താകും എന്നും അറിയില്ല. അപ്പോൾ ഈ 300ാമത്തെ വീഡിയോ അവന് വേണ്ടിയിട്ട് മാത്രമുള്ളത്. ഓക്കെ.